കാമിയോ സെറ്റപ്പ് ആയിട്ടുണ്ട്, പറയുന്നില്ല. അനിൽ കപൂറും ബോബി ഡിയോളും സെറ്റപ്പ് ആയിട്ടുണ്ട്. ആലിയ ഭട്ട് സെറ്റപ്പ്, ആക്ഷനൊക്കെ ഒരു രക്ഷയില്ല, സെറ്റ് കൊള്ളാം. ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുമോ? ഫുൾ ആക്ഷൻ കൊള്ളത്തില്ല. ഫുൾ ആക്ഷൻ മൂവിയാണ്. പ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. പിന്നെ ലോജിക്ക് കഴിഞ്ഞ 2 സ്പൈ യൂണിവേഴ്സ് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഫാർ ബെറ്റർ ആണെന്ന് പറയാനായിട്ട് പറ്റും. പിന്നെ ഋതിക് റോഷന്റെ ക്യാമിയോ കിടിലമായിരുന്നു. ബോബി ഡിയോളിന്റെ പെർഫോമൻസ് സൂപ്പർ. അതുപോലെ തന്നെ അനിൽ കപൂറും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ കിടിലൻ ആക്ഷനാണ് ചെയ്തിട്ടുള്ളത്. ആലിയ ഭട്ടൊക്കെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. നല്ലൊരു പടമാണ്. കുഴപ്പമില്ലായിരുന്നു ബ്രോ. സ്പൈ യൂണിവേഴ്സിലെ കുഴപ്പമില്ല, ക്യാമിയോസ് അടിപൊളിയായിരുന്നു. സ്ക്രിപ്റ്റ് ഋതിക് റോഷന്റെ ക്യാമിയോ കൊള്ളായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് ഓക്കെ ആണ്. എന്തായാലും അവസാനമായി വാർട്ടുവിനേക്കാളും ഭേദമാണ്. ആക്ഷൻ, ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ഒക്കെ ഉണ്ട്, കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ ആലിയ അത്യാവശ്യം നന്നായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. മറ്റേ ക്യാരക്ടറും കൊള്ളാം, അനിൽ കപൂറും കൊള്ളായിരുന്നു. അടിപൊളി സൂപ്പറാണ്, മൊത്തത്തിൽ സൂപ്പറാണ്. മസ്റ്റ് വാച്ച്. നല്ലൊരു മൂവിയാട്ടാ. എല്ലാരും കൂടെ വരുമല്ലേ, നല്ല മൂവിയാ. ക്യാമറ സൂപ്പർ, അടിപൊളിയാ. അടിപൊളിയായിരുന്നു. പിന്നെ ഫൈറ്റ് സീൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. പിന്നെ ഒരു ലാംഗ്വേജിലൂടെ റിലീസ് ചെയ്യായിരുന്നു. ഹിന്ദി മാത്രമായതുകൊണ്ട് ആൾക്കാരെ ഓഡിയൻസ് എത്രത്തോളം ഇഷ്ടപ്പെടും നമുക്കറിയില്ല. കാര്യം ലാംഗ്വേജ് ഒരു പ്രശ്നമാണല്ലോ. അതൊക്കെ ഓക്കെയാണ്. വാച്ചബിൾ മൂവിയാണ്, സൂപ്പർ ആയിരുന്നു.